ഹലോ ഡിയേഴ്സ്, ഇത്തവണ നമുക്ക് പട്കഥയാണ് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാനുള്ളത്. ഈ ക്രിസ്മസ് എക്സാമിന് എല്ലാവർക്കും പട്കഥ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പട്കഥ എന്ന് ഹെഡിങ് കൊടുക്കണം. പട്കഥ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരക്കഥ, ഒരു സ്ക്രിപ്റ്റാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ രണ്ട് പാഠത്തിലാണ് പട്കഥ വരാറ്. ഒന്ന് നമ്മുടെ ജട്ട്പട്ട് ഔർ നട്ട്ഖട്ട് എന്ന പാഠത്തിലും പിന്നെ ഘർ പേട് ഔർ താരേക്ക് യാദ് എന്ന പാഠത്തിലെന്നാണ്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ജട്ട്പട്ട് ഔർ നട്ട്ഖട്ട് എന്ന പാഠഭാഗത്തിനെ ഒരു ഭാഗത്തെ നമുക്ക് ഒരു ചെറിയൊരു പട്കഥയാക്കി മാറ്റാം. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യണം? ഫസ്റ്റ് നമ്മൾ പട്കഥ എന്ന ഹെഡിങ് കൊടുക്കുക, സീൻ 1 എന്ന് കൊടുക്കുക, സ്ഥാൻ സടക്ക് മേം, അത് റോട്ടിൽ വെച്ചിട്ടാണ്. നമുക്ക് എന്താണോ സിറ്റുവേഷൻ എന്ന് പേസേജിൽ ഉണ്ടായിരിക്കും, അത് വെച്ചിട്ട് വേണം നമ്മൾ ഇവിടെയൊക്കെ ചേഞ്ചസ് വരുത്താൻ. അപ്പോൾ സ്ഥാൻ എന്നുള്ളിടത്ത് സടക്ക് മേം, സമയ് എന്നുള്ളിടത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട സമയം എഴുതാം. രാവിലെ ആണെങ്കിൽ സുബഹ് 10 ബജെ. ഇനി കഥാപാത്രങ്ങളുടെ പേര് എഴുതണം. ജട്ട്പട്ട് ഔർ നട്ട്ഖട്ട്. ഇനി അവരുടെ വയസ്സ് കൊടുക്കണം. ഉമ്ര എന്ന് എഴുതിയിട്ട്, ഉമ്ര എന്ന് പറഞ്ഞ വയസ്സാണ്. ജട്ട്പട്ട് അവിടെ 8 വയസ്സെന്ന് കൊടുക്കുക. നട്ട്ഖട്ട് 10 ഏജ്, ആ വയസ്സിൻ്റെ നമ്പർ ഒന്ന് ജസ്റ്റ് ഇട്ടാലും മതി. ഇനി വേഷ്ഭൂഷ എന്ന് പറഞ്ഞാൽ അവരുടെ വേഷമാണ്. അവിടെ അവർ സ്കൂൾ യൂണിഫോമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് സ്കൂൾ വർദ്ധി എന്ന് എഴുതാം. സ്കൂൾ വർദ്ധി എന്ന് പറഞ്ഞാൽ സ്കൂൾ യൂണിഫോം. വർദ്ധിക്ക് പകരം വേണമെങ്കിൽ യൂണിഫോം എന്നും എഴുതാം കേട്ടോ. ഇനി അടുത്തതായിട്ട് വേണ്ടത്, ഇനി വിവരണം എന്ന് കൊടുത്തിട്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്നൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കണം. ജട്ട്പട്ട് ഔർ നട്ട്ഖട്ട് സ്കൂൾ ജാ രഹേ ഹേ, രാസ്തേ മേ കई ചീസേ മിൽത്തേ ഹേ. അതായത് ഒരു യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ കാണുന്നു. ഇനി ഇവർ തമ്മിലുള്ള ഡയലോഗാണ് വേണ്ടത്. ഡയലോഗിന് ഹിന്ദിയിൽ സംവാദം എന്നാണ് പറയുക. അപ്പോൾ എഴുതുന്നത്, അപ്പോൾ എളുപ്പത്തിലുള്ള 4 ഡയലോഗ് എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ദൃശ്യ സമാപ്തി എന്നുകൂടി കൊടുത്താൽ നമ്മുടെ പട്കഥ ഇവിടെ അവസാനിച്ചു.